ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കുറച്ച് ദിവസം മുമ്പ് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കളറിനെക്കാട്ടും കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ത്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് സൈസ് കൂടിയ നീഡിലും പിന്നെ നമ്മുടെ ഷുഗർ ബീഡ്സ് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നീഡിലും, അതായത് കുറച്ച് വണ്ണം കുറഞ്ഞ നീഡിലായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇതാ ഇവിടെ എടുത്തിരിക്കുന്നത് ആൻറ്റിക് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ്. നെക്ക് ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്കിൽ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് കുറച്ചുകൂടി സൈസ് കൂടിയ നീഡിലാണ് ആവശ്യം. ഇത് അതുപോലെ നീഡിലെടുത്ത് 2 തവണ ത്രെഡിൽ ചുറ്റി താഴേക്ക് ഇറക്കുക. താഴേക്ക് നീഡിൽ വലിക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡ് കുറച്ച് വലിച്ച് പിടിക്കുക, എന്നിട്ട് താഴേക്ക് നീഡിൽ ഇറക്കുക. ഫ്രഞ്ച് നോട്ടിന് പകരം നമുക്ക് ബീഡ്സ് വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ബീഡ്സിന് പകരമായിട്ടാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് റിംഗ് നോട്ടിൽ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഫ്രഞ്ച് നോട്ടിൻ്റെ അതേ സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതുപോലെ നീഡിലെടുത്ത് 2 വട്ടം ത്രെഡിൽ ചുറ്റി താഴേക്ക് വലിക്കുക. താഴേക്ക് വലിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡ് കുറച്ച് ലൂസാക്കി കൊടുക്കുക. അതുപോലെ 2 തവണ ത്രെഡിൽ ചുറ്റി താഴേക്ക് വലിക്കുക. ഇപ്പോൾ തന്നെ അവിടെ ഒരു റൗണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര പോകുന്ന റൗണ്ടാണോ വേണ്ടത്, പെറ്റൽസിന് എത്ര പോകുന്ന റൗണ്ടാണോ വേണ്ടതെങ്കിൽ നമ്മൾ ആ ത്രെഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. റിംഗ് നോട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ത്രെഡ് കുറച്ച് ലൂസാക്കി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് ത്രെഡ് വലിക്കുമ്പോൾ അധികം ടൈറ്റായിട്ട് വലിക്കാതെയും സൂക്ഷിക്കണം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത എല്ലായിടത്തും ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ആൻറ്റിക് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. നീഡിലെടുക്കുമ്പോഴും സൈസ് കുറഞ്ഞ നീഡിൽ, അതായത് വണ്ണം കുറഞ്ഞ നീഡിൽ വേണം എടുക്കാനായിട്ട്. ഷുഗർ ബീഡ്സ് കടക്കാവുന്ന പാകത്തിനുള്ള നീഡിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് താഴേക്കുള്ള 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ 4 ഷുഗർ ബീഡ്സ് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തും 1 ഇഞ്ച് വീതിയിൽ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം.